രാഷ്ട്രീയ കലാസാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഡി അശ്വിനിദേവിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അശ്വിനിദേവ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് രക്തദാന യൂണിറ്റിലേക്ക് രക്തദാനം നടത്തി. കായംകുളം ശ്രീരാമകൃഷ്ണാശ്രമ അധ്യക്ഷൻ തത്പുരുഷാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ കലാസാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന ഡി അശ്വിനിദേവിന്റെ 1ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് കായംകുളം അശ്വിനിദേവ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് രക്തദാന യൂണിറ്റിനു വേണ്ടി പുതിയിടം SN ആശുപത്രി ഹാളിൽ നിരവധി പേർ രക്തദാനം നടത്തി. ബാക്കിയുള്ള ഈ ബ്ലഡ് ബാങ്കിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ വന്ന എല്ലാ മഹത് വ്യക്തികളെയും TD മെഡിക്കൽ കോളേജിന് വണ്ടാനത്ത് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പുകളിൽ കായംകുളം ഏരിയയിൽ ഈ വർഷത്തെ ആദ്യത്തെ ക്യാമ്പാണിത്. രക്തദാനം എന്ന് പറയുന്നത് നമ്മൾക്കറിയാവുന്നത് നമ്മളുടെ കൂടെയുള്ള എല്ലാവരും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു സർജറി, അപ്പോൾ അത്യാവശ്യമായിട്ട് ഡോക്ടർ പറയണു ഒരു ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അങ്ങനെ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് അറിയുള്ളൂ. നമ്മളിപ്പോൾ ഒരാൾ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ അതൊരാളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കുന്ന ആ ബ്ലഡ് നമുക്ക് 3 പേർക്ക് ഉപയോഗിക്കാൻ പറ്റും. 3 കമ്പോണൻ്റ് ആയിട്ട് എടുക്കുകയും നമുക്കത് 3 പേർക്കായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ തന്നെ നമ്മൾ 3 ജീവനെ രക്ഷിക്കുന്നതിന് നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രക്തദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ വളരെ മഹത്വമായിട്ടുള്ളതും അത്യാവശ്യവും നമ്മളിപ്പോൾ പറയില്ല. നമ്മളുടെ രക്തം നമുക്ക് ജാതി മതം ഒരു ഭേദവും ഇല്ലാതെ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതിലേക്ക് പങ്കെടുക്കാൻ വന്നതും ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പേരിൽ വളരെയധികം നന്ദി അർപ്പിക്കുന്നു. കായംകുളം ശ്രീരാമകൃഷ്ണ ആശ്രമ അധ്യക്ഷൻ തത്പുരുഷാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ ഈ SN ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ രക്തദാന ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഡോക്ടർ ഇവിടെ പറഞ്ഞ പോലെ ഒരാൾക്ക് 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ ഇന്നാണ് അറിയുന്നത് ഒരാൾ കൊടുക്കുന്ന രക്തം ഒരാൾക്കെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ആ അശ്വിനിദേവിനോടെ ആ ഒരു ഓർമ്മ ദിവസത്തിനോടനുബന്ധിച്ച് തന്നെ ഇത് നടത്തിയത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഈശ്വരനോടും എല്ലാം നമ്മൾ കടപ്പെട്ട ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഈശ്വരനെ മനുഷ്യരൂപത്തിൽ കണ്ട് അവർക്ക് നമ്മളെ രക്ഷിക്കുവാൻ കൊടുക്കുന്നതെന്തും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയ ഒരു ദാനമാണ്, മഹാദാനമാണ് രക്തദാനം. അതിനിവിടെ സംഘടിപ്പിച്ച് വളരെ സന്തോഷമുണ്ട്. ഇത് ഇനിയും ഇവിടെ ഇങ്ങനെ രക്തദാനം നടത്താൻ എല്ലാവർക്കും പ്രചോദനമാകട്ടെ ഇത് എന്ന് ആശംസിച്ച് ഫാദർ ഫിലിപ്പ് ജന്മത്ത് കളത്തിൽ ഡി അശ്വിനിദേവ് എന്ന ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ വന്ന് ഒരു 2 വർഷമാകുന്നേ ഉള്ളൂ. ഞാൻ വന്ന സമയത്ത് അദ്ദേഹം കിടപ്പിലായ രോഗാവസ്ഥയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹം കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ചേതനയെ സംബന്ധിച്ചിട്ട് ചേതനയുടെ ഒരു ഏറ്റവും വലിയൊരു സുഹൃത്ത് ആയിരുന്നു പ്രിയപ്പെട്ട ഡി അശ്വിനിദേവ് എന്ന് സ്റ്റാഫ് ഒന്നടങ്കം പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയ ദുഃഖമാണെങ്കിൽ ഇന്നതൊരു സന്തോഷമായി മാറി. ഈ ഒരു അവസരം ഞങ്ങളതിനെ സന്തോഷത്തോടെ തന്നെ കാണുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ RJ മുംതാസിനോട് ചോദിച്ചു, മുംതാസെ രക്തദാനത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞു. അപ്പോൾ മുംതാസ് പറഞ്ഞു മഹാദാനമാണ് രക്തദാനമെന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. രണ്ടാമത് അപ്പോൾ പറഞ്ഞു ഒരുപാട് മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്, ബ്ലഡ് വേണം എന്നൊക്കെ പറഞ്ഞ്. നമ്മളത് പലപ്പോഴും നിസ്സാരവൽക്കരിക്കാറുണ്ട്. നേരെ തിരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്കോ ആണ് ബ്ലഡ് വേണമെങ്കിൽ നമ്മളൊരു അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലൊരു വേദന വന്ന് നമ്മൾ അതിനെക്കുറിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയും തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാമോ അത്രയും തീക്ഷ്ണത പ്രവർത്തിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ കോട്ടയം നമ്മുടെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പല സമയത്തും ബന്ധപ്പെട്ടിട്ടുണ്ട്. പല മെസ്സേജ് വന്നെങ്കിലും പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ബ്ലഡ് വേണ്ടി വരുമ്പോഴാണ് ഞാൻ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുക. ഈ 100 യുവാക്കളാണ് ഇവിടെ കൊടുക്കുക. പക്ഷേ ആർക്കാണെന്ന് അറിയത്തില്ല. പക്ഷേ അവരാ മുൻപോട്ട് അല്ലെങ്കിൽ ഈ സംഘടന ഈ ഒരു താല്പര്യത്തിന് മുമ്പോട്ട് വന്നതിനെ ഞങ്ങളുടെ എല്ലാവരും പേരുള്ളതായ അനുമോദനങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും അറിയിക്കുന്നു. ഒരു സഹോദരൻ്റെ ജീവൻ അല്ലെങ്കിൽ സഹോദരിയുടെ ജീവൻ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു തുള്ളി ബ്ലഡിലായിരിക്കും ഇരിക്കുക. പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് ഉണ്ടാകണം. നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മളെക്കാൾ കഴിയുന്ന രീതിയിലൊക്കെ ബ്ലഡ് ആയിക്കോട്ടെ ഏത് സഹായമാണേലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ
ചിലപ്പോൾ ഒന്ന് ഫോർവേഡ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടാൽ മതിയായിരിക്കും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. ഡോക്ടർ എസ് രുക്മിണി, ഡോക്ടർ ഗീത നടരാജൻ, പ്രൊഫസർ ബി ജീവൻ, വി എസ് ഗോപാലകൃഷ്ണൻ, ബിപിൻ രാജ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.